ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റിയിൽ ഉള്ള ഈ സോഷ്യൽ മീഡിയ യൂസേഴ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ്, എ കൈൻഡ് ഓഫ് നെഗോസിയേഷൻ വിത്ത് ബൈ ക്രിയേറ്റിംഗ് വീഡിയോസ് അഗെയിൻസ്റ്റ് ദം. ചില സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെക്കെതിരെ എന്തെങ്കിലും ഒഫൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീർക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ട് അതിനുശേഷം നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ വീഡിയോ ടേക്കപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് എടുത്തു കളയണമെങ്കിൽ ഇത്ര ലക്ഷം തന്നാൽ ഓക്കെ. ഇതൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സൊസൈറ്റിയിൽ എന്തും സെല്ല് ചെയ്യാം അല്ലെങ്കിൽ എന്തിനേയും ചലഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അലിഗേഷൻസ്. സോ കമ്മിങ് ടു ദ ടോപ്പിക്, എൻ്റെ കാസറ്റ് അബ്ദുൾ ഹക്കീം, സെൽഫ് കോൾഡ് സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റർ, സോ കോൾഡ് ഇൻഫ്ലുവൻസർ, എന്തൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്. രണ്ടാമത്, രണ്ട് തരത്തിലുണ്ട് ഈ പറഞ്ഞ ആൾക്കാർ. ഒന്ന്, സൊസൈറ്റിയിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ സോ കോൾഡ് പ്രോബ്ലമാറ്റിക്കായിട്ട് ഒരു സൊസൈറ്റിയെ ചലഞ്ച് ചെയ്യുന്ന പ്രോബ്ലംസ്, ഒരു സൊസൈറ്റിയിൽ സ്കാമുകൾ കൊണ്ടുവരാൻ പോകുന്നവരെ പിടിക്കുന്ന കാറ്റ് ഫിഷിങ്, അവരെ തെരഞ്ഞു പിടിച്ച് അവരുടെ പോരായ്മകൾ കണ്ടെത്തി പോലീസിന് കാട്ടിക്കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറെയുമുണ്ട്. അവരെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഡോക്ടർ ഡ്രേക്ക് റാംറോയ് എന്നറിയപ്പെടുന്ന അനന്തു സുജിത്ത്. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഫോർ എനി ഡിഫമേഷൻ. ഒരാൾക്കെതിരെയും മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. ദിസ് ഈസ് ഓൾ അബൌട്ട് the content creation, the influence of the real influence of so-called content creators in the society. നമ്മുടെ സമൂഹത്തിൽ ഇപ്പറയുന്ന രീതിയിലുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലേക്ക് എന്ത് മെസ്സേജാണ് ഇപ്പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കൊടുക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക് ഡയറക്ട്ലി. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്ദുൾ ഹക്കീം അല്ലെങ്കിൽ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. മേ ബി യു ഓൾ അവെയർ ഓഫ് ദിസ് ഗായ്. ഇദ്ദേഹമാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് വീഡിയോ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് വീഡിയോസാണ് പുള്ളി ചെയ്യുന്നത്. അതായത് കേരളത്തെ വിഴുങ്ങുന്ന ഹൈബ്രിഡ് കഞ്ചാവ് മാഫിയ. ഒരു തുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ഉയർന്നു കേട്ടിരുന്ന പേര് മരട് അനീഷ് ആൻഡ് സലാം കാവന്നൂർ. ഇവരുടെ ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 52ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള മരട്. ഇദ്ദേഹമാണ് പുള്ളി. നമ്മൾ ടോപ്പിക് ഇതൊന്നുമല്ല, ഈ മരട് അനീഷിനെതിരെ പുള്ളി എന്ത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ടോപ്പിക്. പുള്ളിയുടെ സ്റ്റൈൽ, ഈ അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസറിൻ്റെ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്ററുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഹി ഹിംസെൽഫ് പ്രിപ്പയർസ്, ഹി ആക്ട്സ് ലൈക്ക് എ ജഡ്ജ്. ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ജഡ്ജിയെ പോലെ ആക്ട് ചെയ്യും. ഇയാൾ തന്നെ എലിഗേഷൻസ് വായിക്കും. ഇന്ന ആൾക്കെതിരെ കുറ്റപത്രം, ഇതായത് സോ ആൻഡ് സോ എക്സ് ആൾ, ഇയാൾ ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ 2 ഉപദേശം കൊടുത്തിട്ട് ഇവരങ്ങ് വിടും. അപ്പോൾ ഇതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാളൊരു ഡിജിറ്റൽ മീഡിയ ക്രിയേറ്ററും കൂടിയാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുറച്ച് എവിഡൻസൊക്കെ ഇദ്ദേഹത്തിൻ്റെ വക തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വോയിസ് ക്ലിപ്സ്, അതുപോലെ ചില പേപ്പേഴ്സൊക്കെ ഇയാൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഒരു കോടതി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇയാൾ അങ്ങ് പടച്ചു വിടുകയാണ് സാധനങ്ങൾ. അയാളുടെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. നിലവിൽ കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലായി 52 കേസുകളാണ് അനീഷിന്റെ പേരിലുള്ളത്. ഇയാൾ സ്വർണ്ണക്കടത്തിലും തട്ടിക്കൊണ്ടുപോകലിലും ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കച്ചവടത്തിലോട്ട് നീങ്ങിയിട്ടുണ്ട്. തായ്ലാന്റ്, ഫൂക്കറ്റ്, കംബോഡിയ എന്നിവ കേന്ദ്രീകരിച്ച് സലാം കാവന്നൂർ എന്ന പ്രസിദ്ധ ക്രിമിനലുമായി ചേർന്നാണ് മരട് അനീഷിന്റെ ഈ ലഹരി സാമ്രാജ്യം പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇയാൾ എവിടുന്ന് വിവരങ്ങൾ ശേഖരിച്ചെന്നോ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇയാൾ പറയുന്ന പോലെ പിന്നെ കംബോഡിയയിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് തന്നെ ആക്ട് ചെയ്തിട്ട് എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരാൾക്കെതിരെ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറുക ചെയ്യേണ്ടത്, ലീഗലി മൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സൊസൈറ്റിക്ക് ഒരു ഉപകാരമുണ്ടാകുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രോസും കോൺസും നോക്കണമല്ലോ. ഇയാളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇഫ് ദ സേക്ക് ഓഫ് ഗുഡ് വിൽ ഓഫ് സൊസൈറ്റിക്ക് നന്മയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഡീറ്റെയിൽസൊക്കെ ബന്ധപ്പെട്ട DYSPക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ DGPക്കോ ADGPക്കോ SPക്കോ ഒക്കെ കൊടുത്തിട്ട് അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ല, പുള്ളിയുടെ ലക്ഷ്യം ഇതല്ല. ഈ പറഞ്ഞ അബ്ദുൽ ഹക്കീം എൻ്റെ കേസിൽ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോസ് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യും. എന്നിട്ട് പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരാൾക്കെതിരെ വീഡിയോ ചെയ്താൽ അയാൾ കോട്ടായിട്ട് കുഴപ്പമില്ല, എന്താണ് ഹക്കീം ഇങ്ങനെ ചെയ്യുന്നത്, ഇത് തെറ്റല്ലേ, അവരല്ല നിങ്ങൾക്കെതിരെ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്, സോ കാര്യങ്ങളുണ്ട്, സോ വി ക്യാൻ ക്ലോസ് ദ ഡീൽ ഫോർ 25 lakhs, ഒരു 25 ലക്ഷം തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ പുറത്തുള്ള പാർട്ടി അപ്പുറത്തുള്ള പാർട്ടി എന്തെങ്കിലും എമൗണ്ടൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള കൈൻഡ് ഓഫ് ബിസിനസ്സാണിത്. എക്സ്റ്റോർഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാം. ഇതൊരു തരത്തിലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ഈ പുള്ളിയുടെ ഒരു സ്റ്റൈൽ. പക്ഷേ ഈ പുള്ളി അവതരിപ്പിക്കുന്നത് ഹീസ് അഗെയിൻസ്റ്റ് ദ ഡെവിൽസ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അവതരിപ്പിക്കുന്നത്. പണ്ട് ഇയാൾ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിലൊക്കെയുള്ള കോളേജുകളിൽ ഡ്രഗ് യൂസേജ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞൊക്കെയുള്ള സ്റ്റൈൽ വീഡിയോസൊക്കെ ഇയാൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇയാളെ കാണുന്ന ഇയാളുടെ പേജ് പഠിക്കുന്ന ഒരാൾ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഗായ് ഈസ് മേക്കിംഗ് സംതിങ് ഫോർ ദ സൊസൈറ്റി. ഇയാൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഇയാൾ സൊസൈറ്റിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഡ്രഗ് ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആക്ടിവിറ്റീസ്, സെക്സ് അബ്യൂസ്, ഈ കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗുഡ് വിൽ അംബാസിഡറാണ് ഈ മുഹമ്മദ് അബ്ദുൽ ഹക്കീം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ ഇതൊന്നല്ല പുള്ളിയുടെ മേഖല. പുള്ളിയുടെ മേഖല വേറെതാണ്. കൈൻഡ് ഓഫ് ഡീൽസൊക്കെ ചെയ്ത് ഇതിൽ നിന്ന് സോഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഓപ്പോസിറ്റ് പാർട്ടിയെ ആരാണോ ഹൂയിസ് ഇൻ ദ ഓപ്പോസിറ്റ്, ആർക്കെതിരെയാണോ ഇയാൾ വീഡിയോ ചെയ്ത്, ഇയാൾ ചെയ്ത ഒരു വീഡിയോൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 പേർക്കെതിരെ ഇയാൾ വീഡിയോ ടേക്കപ്പ് ചെയ്തു. ആ വീഡിയോ ഒന്നും ഇപ്പോൾ കാണാൻ വരില്ല, അതുകൊണ്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാനും പറ്റില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയാൾ ഫസ്റ്റ് OG ഓക്കെ, അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ബിസിനസ് മാൻ, ഓക്കെ, ഹി വാസ് എ വെരി ഗുഡ് ബിസിനസ് മാൻ, ഈസ് എ ഗുഡ് ബിസിനസ് മാൻ. അയാളിങ്ങനെ കൊച്ചിയിൽ കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. ആ പുള്ളിക്കെതിരെ ഒരുപാട് എലിഗേഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത്. ഇവനും ഈ പറഞ്ഞ പോലെ ഒരു പാർട്ണറും കൂടിയിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് പിന്നെ ഡ്രഗിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടു. അപ്പോൾ വീഡിയോസൊക്കെ ഭയങ്കര റീച്ചായപ്പോൾ ദീസ് 2 parties സ്റ്റാർട്ടഡ് നെഗോഷിയേറ്റ്. അപ്പോൾ നെഗോസിയേഷൻ കഴിഞ്ഞിട്ട് എന്തോ ഒരു പൈസയും കൊടുത്ത് പിന്നെ ഇയാൾ വീഡിയോ ഒക്കെ എടുത്ത് കളഞ്ഞു. ഇതാണ് ഇയാളുടെ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറാൻഡി. മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇയാളിപ്പോൾ ഇതിനു മുമ്പേ ഇൻഫ്ലുവൻസറായ മൊനിഹാദിനെതിരെ തൊപ്പിക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇയാൾ ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് നെഗോസിയേഷൻ നടന്നപ്പോൾ അതും ടേക്കപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ഇയാൾ ആർക്കെതിരെ ഒരു എലിഗേഷൻ ഉന്നയിച്ചിട്ട് അത് കോടതിയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയോ അതിനെതിരെ ലീഗലി പ്രൂഫോ എവിഡൻസൊക്കെ കൈമാറിയിട്ട് ലീഗൽ ആക്ഷൻസ് എടുക്കാനൊന്നും ഇയാൾക്ക് താല്പര്യമില്ല. ഇയാളെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇടും, കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് മറ്റുള്ള പാർട്ടി നെഗോസിയേഷന് വന്നതിന് അതിൻ്റെ എന്തെങ്കിലും ചാർജും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ക്ലീനപ്പ് ചെയ്യാനാണ്. ഇപ്പോൾ ചാർജ് മേടിക്കുന്നില്ല എന്നറിയില്ല, ഇനി മേടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇയാളത് പിന്നെ അതിനെപ്പറ്റി ഫോളോ അപ്പ് ഒന്നുമില്ല. പിന്നെ പുതിയൊരു പ്രശ്നമായിട്ട് ആൾ വരും, അടുത്തൊരു പ്രോബ്ലമായിട്ട് വന്നിട്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അങ്ങനെ ഒരു സ്റ്റൈലാണ്, റിപ്പീറ്റേറ്റീവ് ഒരു പാറ്റേൺ ആണ് ഇയാളുടെ ഓപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, മറ്റേ ആളെ നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഇയാളുടെ കേസുകൾ ഇങ്ങനെയാണ്. ഇയാളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വേറൊരു വീഡിയോ കൂടി കാണിച്ചത്. ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പേര്, നമ്മുടെ കൊച്ചിയിലുള്ള അത് ഇയാളെ പറ്റി പറഞ്ഞ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. കൊച്ചിയിലുള്ള പിന്നെ മരടനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടക്കെതിരെയാണ് ഇയാളിപ്പോൾ വീഡിയോസ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന അയാളെയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് എന്തോ പൈസ കിട്ടുന്നോ അല്ലെങ്കിൽ വേറെ എന്തോ കിട്ടുന്നോ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അത് എത്രത്തോളം എവിടം വരെ എത്തുന്നുള്ളത് നമുക്കറിയില്ല. ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഫോർ ദ പർപ്പസ് ഓഫ് റിയാക്ഷൻ. തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ പ്രതിയായിരുന്ന മരടനീഷ് സംഘം കൂടിയിട്ട് ഇപ്പോൾ പുതിയൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കംബോഡിയ, തായ്ലാന്റ് ഫോക്കറ്റ് വഴി കേരളത്തിലേക്ക് അതീവ രഹസ്യമായി ഹൈബ്രിഡ് കഞ്ചാവും സിഗരറ്റുകളും എത്തിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഇപ്പോൾ ഇവർ നിയന്ത്രിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ ഞെട്ടിച്ച സ്വർണ്ണക്കടത്തിൽ നിന്നും ഇന്ന് ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് ഇവർ എത്തിയതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഈ കഥയിൽ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്,
അബ്ദുൽ സലാം കാവന്നൂർ. കഴിഞ്ഞ 5 വർഷത്തിൽ കൂടുതലായി കോഫെ ബോസ് നിയമപ്രകാരം പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അബ്ദുൽ സലാം കാവന്നൂർ സൗദി അറേബ്യയിൽ നിന്നും ദുബായിൽ നിന്നും കിലോ കണക്കിന് സ്വർണ്ണം കടത്തി കേരളത്തിലെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളിൽ ഒന്നാമനായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ സലാം കാവന്നൂർ. 3 വർഷം മുമ്പ് കേരളത്തിൽ 12% GST ഉണ്ടായിരുന്നപ്പോൾ ദുബായിലും സൗദി അറേബ്യയിലും 5% മാത്രമായിരുന്നു GST ഉണ്ടായിരുന്നത്. ഈ ടാക്സ് വെച്ച് 1 കിലോഗ്രാം സ്വർണ്ണം കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ വരെ മാർജിൻ ലഭിക്കും. സ്വർണ്ണം ശരീരത്തിനകത്ത് ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന കേരിയർമാരെ സ്ത്രീകൾ പാഡിനകത്തും പുരുഷന്മാർ മലദോരത്തിനകത്തും വെച്ചാണ് പുറത്തെത്തിച്ചിരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്നവർക്ക് 1 ലക്ഷം രൂപയും എയർപോർട്ടിനകത്തുള്ള ജീവനക്കാർക്കും ക്ലീനിംഗ് സ്റ്റാഫുകൾക്കും ഒരു തുക കൊടുക്കും. 3 വർഷം മുന്നേ സൗദി അറേബ്യയിൽ 240 റിയാലും കേരളത്തിൽ 6000 രൂപയും സ്വർണ്ണത്തിന് ഗ്രാമിന് വരുന്ന സമയത്ത് 1 കിലോ സ്വർണ്ണം നാട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാ വീതവും കഴിഞ്ഞ് 4 ലക്ഷം രൂപയിൽ ലാഭം ഉണ്ടായിരുന്നു. ഒരു ദിവസം 5-6 കിലോ സ്വർണ്ണം കടത്തിയ സംഘങ്ങൾ അന്ന് കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് GST പ്രശ്നങ്ങൾ വരികയും സ്വർണ്ണക്കടത്ത് കുറയുകയും ചെയ്തു. ഒപ്പം കോഴിക്കോട് എയർപോർട്ടിൽ ഹൈക്കോടതി സ്റ്റേയുടെ ഭാഗമായിട്ടും കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലും എക്സ്റേ മെഷീനുകൾ കർശനമാക്കുകയും ചെയ്തു. ഇതോടെ ക്യാപ്സൂൾ രൂപത്തിൽ സ്വർണം കൊണ്ടുവന്ന സംശയാസ്പദമായ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടു. അവിടെ മുതലാണ് ആനക്കാട്ടിൽ അനീഷ് ആന്റണിയും കരുൺ ശിവദാസും സലാം കാവന്നൂർ എന്ന ക്രിമിനലിന്റെ സഹായത്തോടു കൂടി ഫൂക്കറ്റ്, തായ്ലാന്റ്, കംബോഡിയ വഴി ഹൈബ്രിഡ് കഞ്ചാവും സിഗരറ്റും കേരളത്തിലോട്ട് കടത്താൻ ആരംഭിക്കുന്നത്. സലാം എന്ന ക്രിമിനൽ മരടനീഷുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു പ്രത്യേക സംഭവത്തിലൂടെയാണ്. കോതമംഗലത്തുള്ള റഫീസ് എന്ന് പറയുന്ന പയ്യൻ സലാം കാവന്നൂരിന്റെ 1 കിലോ സ്വർണ്ണം ഇയാൾ എന്തൊക്കെയോ കഥ ഇങ്ങനെ മേഡപ്പ് ചെയ്തിട്ടോ കുക്ക്ഡപ്പ് സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ ഇയാൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളിലാണ്. ഇയാൾ ഇത് സിനിമാ കഥ പോലെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആണെങ്കിൽ ടാർജറ്റഡ് ആണ്, ഒരു വ്യക്തിക്കെതിരെയാണ് ഇയാൾ പറയുന്നത്. ഡിഫമേഷൻ പോലെ അയാൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഈ പറഞ്ഞ പോലെ ഇതിൽ വാസ്തവോ കാര്യമോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് അതിന് റിയാക്ഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പർപ്പസ് ഓഫ് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. ഇയാൾ കൈൻഡ് ഓഫ് ഓപ്പറേഷൻ കാണുന്നത് ഇങ്ങനെ വീഡിയോസ് ചുമ്മാ ചെയ്തിട്ട് അവിടുന്ന് ഒരു നെഗോസിയേഷൻ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇയാളുടെ പരിപാടികൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ എടുക്കാം. രണ്ടാമത്തെ ആൾ വേറെ ആരുമല്ല, ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം. ആ ഒരു സംഭവം ഇപ്പം അല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിപാടി ചെയ്യുന്ന, ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ചെയ്യുന്ന വളരെ മിടുക്കനായ, ഈ പറഞ്ഞ പോലെ ഇയാളും ഇതിൽ ഫിനാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സോഷൻ രീതിയിൽ നെഗോസിയേഷൻ നടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രഥമ ദൃഷ്ടിയ കാണുമ്പോൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ ഇയാൾ ചെയ്യുന്നത്, ഈ പറഞ്ഞ ആൾ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ക്യാറ്റ് ഫിഷിങ്, അതായത് സ്കാം ചെയ്യാൻ പോകുന്ന, സമൂഹത്തിൽ ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയാൾ ഒരു 4-5 വർഷം മുമ്പ് റഷ്യയിൽ ഒരുപാട് കുട്ടികളെ സ്കാം ചെയ്തിരുന്നു. റഷ്യയിൽ MBBS കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരുപാട് സ്കാം നടത്തിയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് പൈസ മേടിച്ച് മുങ്ങിയിരുന്നു. അവരെയൊക്കെ തുറന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ഫസ്റ്റ് നമ്മൾ ഇയാളെ കാണുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇയാളെ പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുപാട് വീഡിയോസിൽ ഇയാൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കാണുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് ഈ അനന്തു സുജിത്ത്. അയാളുടെ ഒരു ജസ്റ്റ് ഒരു മോഡം ഓഫ് വീഡിയോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് സംസാരിക്കലാണ്. 2-3 പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ എവിഡൻസ് നിരത്തിയിട്ടാണ് അയാൾ സംസാരിക്കാറ്. അങ്ങനെ മറ്റേയാളെ പോലെ കഥ പറഞ്ഞു പോകാറില്ല. റഷ്യയിൽ ഉള്ള 2 കപ്പലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനത് ഏകദേശം ഒരു 155 സ്റ്റുഡൻസ് റഷ്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അവസാനം ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് വന്നു ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതാണ് ഇയാളുടെ സ്റ്റൈൽ ഓഫ് വീഡിയോസ് ഇയാൾ ചെയ്യുന്നത്, അനന്തു സുജിത്ത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്ദുൽ ഹക്കീമും അനന്തു സുജിത്തൊക്കെ ഒരു ടീം വർക്ക് പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവർ ഈ നേരത്തെ പറഞ്ഞ ഹോട്ടൽ ഓണർക്കെതിരെ, ഡ്രഗ് അസോൾട്ടിനെതിരെ, അതുപോലെ സെക്സ് അബ്യൂസിനൊക്കെ എതിരെ ടീം വർക്കായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇവർ. പിന്നെ ഇപ്പം കുറച്ചായിട്ട് ഓപ്പോസിറ്റ് ചേരിയിലായി. ഇവർ ചെയ്യുന്നത് രണ്ടുപേരും ഓരോരോ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് നെഗോസിയേഷൻ ഡീൽ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആയി എന്ന് വേണം പറയേണ്ടി വരും. കാരണം എൻ്റെ കേസറ്റ് ചെയ്യുന്ന വീഡിയോസ് പറയില്ലേ, മീറ്റ് മിസ്റ്റർ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് അയാളുടെ പറ്റി 2-3 അപവാദ കഥകളും 2-3 ഫാബ്രിക്കേറ്റ് തെളിവൊക്കെ നിരത്തിപ്പോക്കാണ്. അതേ സ്റ്റൈലിൽ അനന്തു സുജിത്ത് വന്നിട്ട് അബ്ദുൽ ഹക്കീമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥികളായ ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്നതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഹക്കീമെ,
ഇത് ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ്, ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും ചുറ്റി സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത ആ കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ആ ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ രണ്ടാൾക്കാരായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യായത്. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളികൾ പിടിയിലായി. അശ്വിൻ, മുബീന എന്നിവരാണ് പിടിയിലായത്. ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಒಂದರಲ್ಲಿ 10 ಕೋಟಿ ಮೌಲ್ಯದ ಡ್ರಗ್ಸ್ ഇത് വലിയൊരു വാർത്തയായിരുന്നു. ഇപ്പറഞ്ഞ ബാംഗ്ലൂരിൽ ഒരു 10 CR അടുത്തുള്ള സ്റ്റോക്ക് ഡ്രഗ് ഒരു മറ്റേ ഫ്ലാറ്റത്ത് പിടിക്കുകയും അതിൽ 2 മലയാളികളൊക്കെ അറസ്റ്റ് ചെയ്ത് വലിയൊരു വാർത്തയായിരുന്നു. അവർ ഹക്കീമിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സാണെന്നാണ് അനന്തു ഇപ്പോൾ ഇതിൽ ആരോപിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം, കുറച്ച് എവിഡൻസാണ് അദ്ദേഹം പുട്ടപ്പ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ്, ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത ആ കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ആ ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ രണ്ടാൾക്കാരായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യായത്. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളികൾ പിടിയിലായി. അശ്വിൻ, മുബീന എന്നിവരാണ് പിടിയിലായത്. ഡിಪಾರ್ಟ್ಮೆಂಟ್ ಒಂದರಲ್ಲಿ 10 ಕೋಟಿ ಮೌಲ್ಯದ ಡ್ರಗ್ಸ್ ಪತ್ತೆಯಾಗಿದೆ. കോടിക്കണക്കിനുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിലവില് ഡ്രഗും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്ന ഈ കുറച്ച് ആൾക്കാരായിരുന്നു. ഈ കുറച്ച് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഹക്കീമിന്, കാരണം ഇത് ഹക്കീമിന്റെ കൂട്ടുകാരാണ്. അടുത്തത്, കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, തിരുവനന്തപുരത്തെ ലക്ഷ്യ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ. ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിവാൻഡ്രം കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം വൈകാതെ കൃഷ്ണപ്രിയ MP ജയിലിലാണ്. ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനൊരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ്. ഇതൊക്കെ വളരെ വലിയ എലിഗേഷനാണ് പറയുന്നത്. അതായത് ഇയാൾ ഈ ഹക്കീം എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയോ വീഡിയോ ചെയ്തു, കൃഷ്ണപ്രിയ ആർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് കോടതി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു, അവളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഹക്കീം പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ ഡ്രേക്ക് റാംറോയ് പറയുന്നത് അങ്ങനെ ഒരു കോർട്ട് ഓർഡറേ വന്നിട്ടില്ല, അങ്ങനെ ഒരു ഓർഡർ എന്ന് പറഞ്ഞ സാധനമേ എവിടെയും വന്നിട്ടില്ല. ഇവർ ഈ ചങ്ങായി ഹക്കീം ഇതിൻ്റെ വീഡിയോന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കോർട്ട് ഓർഡർ. വാട്ട്സ് ഗോയിങ് ഓൺ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എ സേക്ക് ഓഫ് മേക്കിംഗ് എ വീഡിയോ ഓർ മേക്കിംഗ് എ റീച്ച് ഫോർ സം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, ആൾക്കാർ കാണാൻ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് കോടതി ഉത്തരവൊക്കെ ഉണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുക. ആരെങ്കിലും ഇത്രയും ബ്രെയിൻലെസ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇവന്മാർ? ഇവരാണോ സോ കോൾഡ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്? ഫാബ്രിക്കേഷൻ ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടന്നത് സെക്സ് റാക്കറ്റും വിസ തട്ടിപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. ഞങ്ങളിവിടെ ഒന്ന് പെട്ടുപോയി ബ്രോ, എന്താ ചെയ്യേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ല. സെക്സ് വർക്കിനൊക്കെ പോകാൻ അവർ പറയുന്നത്. പിന്നെ ലീഗലി മൂവ് എന്നൊക്കെ പറയുമ്പോൾ നാളേക്ക് ശരിയാവും, ചെറിയ ഡിലേ ഉണ്ട്. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം അങ്ങനെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാ. അല്ലേ ഹക്കീമേ? ഇതെല്ലാത്തിനും പുറകെയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കുട്ടി അവരുടെ വിഷമത്തിന് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം അതും എടുത്തുകൊണ്ട് കോണ്ടന്റ് ചെയ്തു. ആ പെണ്ണിന്റെ കൺസെന്റ് പോലും ഇല്ലാതെ ആ പെണ്ണ് അവസാനം കരഞ്ഞ് കാല് പിടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവസാനം ഞാനാണ് ആ പെൺകുട്ടീനെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവനടുത്ത് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ടും യാതൊരു കാര്യം ഹക്കീം ചെയ്തില്ല. കാരണം കോണ്ടന്റ് ആണല്ലോ അവിടെ പ്രയോറിറ്റി. കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആക്കുകയും ഒക്കെ ചെയ്യാതിരുന്നുണ്ട്. ബി എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ് ഹിയർ. ഇത് പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ തരാം ഹക്കീമേ. സ്നേഹം വരക്കട്ടെ, സ്നേഹം മാത്രം വരക്കട്ടെ. അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾ ഈ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ എവിഡൻസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനാണ് ചലഞ്ച് ചെയ്യുന്നത്. ഈ കോടതി ഓർഡറൊക്കെ ഇങ്ങനെ ഒരു വീഡിയോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയ അലിഗേഷൻ ആയില്ലേ?
അകത്ത് കിടക്കേണ്ട കേസുകളല്ലേ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞിരിക്കുന്ന വേറൊരു സംഭവമാണ് ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ ആണിത്. വലിയ അലിഗേഷനാണിത്, ബിഗ്ഗസ്റ്റ്. It's not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എൻ്റെ കാസറ്റിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൾ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൾ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്ന ഇതേപോലെ വോയിസ് അയക്കണം. ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല. നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൾ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്നത് 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പറയട്ടെ, സ്നേഹം. ഇത് കളിച്ചിട്ട് ഇവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജസ്റ്റ് ആർക്കെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ റിയാക്ട് ചെയ്തിട്ട് സൊസൈറ്റിയിലുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല. ഈ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, ഈ പറയുന്ന A ആയാലും B ആയാലും ഇവന്മാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ്. സൊസൈറ്റിയിലുള്ള നല്ല ഫെയിമിൽ ജീവിക്കുന്ന സിനിമാ സ്റ്റാർസ്, ഫിലിം സ്റ്റാർസ്, ആർട്ടിസ്റ്റ്, സിംഗേഴ്സ്, സമൂഹത്തിലുള്ള മറ്റു മേഖലയിലുള്ള വലിയ രീതിയിൽ ജീവിക്കുന്ന VIPs, VVIPs, ഇവർ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആർക്കെങ്കിലെതിരെ ഒരു ചെറിയ കേസ് വന്ന് ആ കേസ് ഇവരിങ്ങ് ടുക്കപ്പ് ചെയ്തിട്ട് ഇവരതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്ത് അതിൽ ആരെ ഇരയായ അവരെപ്പറ്റി വോയിസ് ക്ലിപ്പ് നേടിയെടുത്തു, വീഡിയോ ക്ലിപ്പ് നേടിയെടുത്തു. പിന്നെ നടക്കുന്നത് പക്ക ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇതൊക്കെ ശരിക്കും പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഇവന്മാരൊക്കെ പൊക്കി ഉള്ളിയിടണ്ടല്ലേ. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഹനാൻ ഷാ എന്നൊക്കെ പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ നമുക്കുണ്ടല്ലോ, ഫേമസും ഉണ്ടാവും, ഡീഫേമസും ഉണ്ടാവും, അൺഫേമസും ഉണ്ടാവും, വളരെ സുപ്രസിദ്ധി ഉണ്ടാവും, കുപ്രസിദ്ധി ഉണ്ടാവും. ഹനാൻ ഷാ ഈസ് വെരി വെൽ നോൺ, ഗുഡ് വിൽ, വളരെ ഗുഡ് വില്ലുള്ള, ആരുടെയും പ്രോബ്ലങ്ങളിൽ ഇടപെടാതെ സ്വന്തം പ്രൊഫഷനും സ്വന്തം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇപ്പറഞ്ഞ ഇവന്മാരെ പോലെ മറ്റുള്ളവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടും ആ വീഡിയോയിൽ അവർക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടും അതിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളല്ല ഹനാൻ ഷാ. ഹനാൻ ഷാ ഒന്നും ഒരിക്കലും ഈ ഒരു വിഷയത്തിലേക്കൊന്നും ഇവർ കൊണ്ടിടാനേ പാടില്ലായിരുന്നു. അയാൾക്കെതിരെയൊക്കെ എലിഗേഷൻസ്, അയാളാണ് ഈ പൈസ മേടിക്കാൻ ബ്രോക്കറായിട്ട് നിന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തേർഡ് റേറ്റ് ഓഫ് ആരോപണങ്ങളാണ് ഇതൊക്കെ. ഒരു തരത്തിലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഗുഡ് വിൽ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി തകർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് ആരോപണങ്ങളാണിതൊക്കെ. ഇതിൽ പറയുന്നത് കാട്ടാളൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡി, ആ ലേഡിയെ ഈ പെപ്പെ എന്ന് പറയുന്ന നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ എന്ന് പറയുന്ന ആക്ടർ എന്തോ ഒരു അബ്യൂസ് നടന്നു. അത് ഫിസിക്കലി അല്ല, മെസ്സേജ് അയച്ചിട്ടോ എന്തോ ഒരു വെർബൽ അബ്യൂസ് എന്തോ നടന്നു. അപ്പോൾ അത് അവർ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് കണ്ടത് അബ്ദുൾ ഹക്കീമിനെ അത്രേ. സ്റ്റേഷനിലൊന്നും പോകാൻ അവർക്ക് താല്പര്യമില്ല. ഈ കോടതിയിൽ വന്നിട്ട് പറഞ്ഞു, അബ്ദുൾ ഹക്കീമിൻ്റെ കോടതിയിൽ. അപ്പോൾ അബ്ദുൾ ഹക്കീം പറഞ്ഞു ഒരു ഇമെയിൽ അങ്ങ് വിട്, ഒരു ഇമെയിൽ FIR ആയിട്ട് സ്റ്റേഷനിലേക്ക് അയക്ക്, അതിൻ്റെ കൂടെ തന്നെ അവനെ അയച്ച മെസ്സേജുകളൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്യും,
അങ്ങനെ ഇമെയിൽ വെച്ചിട്ടുള്ള ബ്ലാക്ക് മെയിലാണ് പിന്നെ നടന്നത്. എന്നിട്ട് പെപ്പേൻ്റെ മാനേജറും ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് 25 ലാഖിന് ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അവരോട് പറയുന്നു ഇന്ന കാര്യങ്ങൾ, ഇനി വിഷയങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പെപ്പയ്ക്കെതിരെ പരാതിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നീ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് അവളത് പറയുന്നു, വോയിസ് ആയിട്ട് അയക്കുന്നു. ആ വോയിസ് അയാൾ ഫോർവേഡ് ചെയ്യുന്നു. 25 ലാക്സ് നാട്ടിലേക്ക് എത്തിക്കുന്നു. ഈ 25 ലാക്സ് വാങ്ങുന്നത് സവാദ് എന്ന് പറയുന്ന ഒരാളെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ ഈ സവാദ് എന്ന് പറയുന്നത് അവിടെയാണ് അനാൻഷയെ ഇവർ ബ്ലെയിം ചെയ്യുന്നത്. ഇവൻ്റെ എന്തോ ഫ്രണ്ടാണ്, അപ്പോൾ അയാൾ ത്രൂ ആണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ആരോപണമാണത്. അതിന് പുറമെ പൈസ കൊടുത്ത സ്ക്രീൻഷോട്ട് അടക്കമാണ് ഇയാൾ ഡോക്ടർ ഡ്രേക്ക് റാംറോയ് പ്രസൻറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരു 7.5 ലാക്ക്, പിന്നെ ഒരു 7.5 ലാക്ക്, പിന്നെ ഒരു 10 ലാക്ക്, അപ്പോൾ 25 ലാക്ക്, പിന്നെ ട്രാൻസ്ഫറും ക്യാഷൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്ത് ഈ വീട് ഇതാക്കി സോൾവ് ചെയ്തിരിക്കുകയാണ് കാര്യം. അപ്പം എത്ര വലിയ ഗെയിമാണ് ഇതിൻ്റെയൊക്കെ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ കാണുമ്പോൾ ഒരു സൊസൈറ്റിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ കാര്യങ്ങൾ തെറ്റുണ്ട്, ആ തെറ്റിനെതിരെ നിങ്ങളൊക്കെ പ്രതികരിക്കണം, ഇയാളാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിലത്തെ അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്കെതിരെയും ഡിഫെയിമായിട്ട് ഒരു ബ്ലെയിം ആരോപിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ തന്നെ ഇവർക്കെതിരെ പറയുന്നത് ഇവർ പറഞ്ഞ വാർത്തകളെ വിശകലനം ചെയ്യണം. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫെയർ, ഇറ്റ്സ് അണ്ടർ ദ ഫെയർ യൂസ് പോളിസി. അതെ, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അബ്ദുൽ ഹക്കീം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോ പറ്റി നമുക്ക് ഡിസ്കഷൻ നടത്താം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ അനന്തു സുജിത്ത് ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോയെ നമുക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡിഫക്ട്സ് നമുക്ക് ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യാം. ബിക്കോസ് ദാറ്റ് വീഡിയോ ഈസ് സോഷ്യലി പബ്ലിഷ് ആയിട്ടുള്ളൊരു വീഡിയോ പറ്റി നമുക്ക് ചെയ്യാം. നമുക്ക് അറിവില്ലാത്ത, സോഷ്യലി പബ്ലിഷ്ഡ് അല്ലാത്ത ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, എക്സാമ്പിൾ കാട്ടാളൻ FIR, ഇമെയിൽ, ബ്ലാക്ക് മെയിൽ, വീഡിയോ, പെപ്പെ, സ്ക്രിപ്റ്റ്, 25 ലാക്ക് കേസ്, ഈ പറഞ്ഞ പോലത്തെ 7.5 ലാക്ക്, 10 ലാക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഇവർ പറയുന്ന എവിഡൻസ് തന്നെ എത്രത്തോളം ഫാബ്രിക്കേറ്റ് ആണെന്ന് നമുക്കറിയോ. നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ അബ്ദുൽ ഹക്കീം എൻ്റെ കേസിട്ട് പിന്നെ കോടതി ഓർഡറൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ മറ്റേ ഓർഡറും സാധനങ്ങളും ഉണ്ടാക്കിയാൽ പോരെ. സോ നമുക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒരു തരത്തിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. അങ്ങനെ ഇവരെ ഡബിൾ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെർച്ച് എഞ്ചിൻ ഇല്ല. ഇവരുടെ ഒന്നും ഒരു ഗൂഗിളിലോ ഒരു ChatGPTക്കോ ഇതിനെപ്പറ്റി നമ്മളെ കേരള പോലീസിന് മാത്രമേ ഫാക്ട് ചെക്ക് ഇടാൻ പറ്റൂ. ഇവരന്മാരെ പൊക്കിക്കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം കൊടുത്താലേ സത്യം കിട്ടൂ. അങ്ങനെ അത്രയും വലിയ എലിഗേഷൻസാണ്. ഈ ആൻ്റണി പെപ്പെ ലേഡിയോട് അപമര്യാദ പെരുമാറിയിട്ടുണ്ട്. ആ ലേഡി ഷീ ഈസ് സപ്പോസ് ടു ഗോ ടു പോലീസ് സ്റ്റേഷൻ ആൻഡ് സോൾവ് ദ ഇഷ്യൂ. അങ്ങനെയല്ലേ ഇത്? ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ കോടതിയിൽ, അബ്ദുൽ ഹക്കീമിൻ്റെ കോടതിയിൽ വന്നിട്ടാണോ അപ്പോൾ തെളിവുകൾ നിരത്തേണ്ടത്? എന്നിട്ട് അവൻ തന്നെ 25 ലക്ഷം വാങ്ങിയിട്ട് ഇപ്പോൾ അതിനെ വെറുതെ വിട്ടു. ആ പെൺകുട്ടി പോലും അറിയില്ല ഇവൻ പൈസ മേടിച്ചത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി പറയണം, അല്ലെങ്കിൽ നമ്മളും ഇവരും തമ്മിൽ വ്യത്യാസമില്ലാണ്ടായി പോകും. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവം, പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഹാപ്പൻഡ്, അങ്ങനെയാണെങ്കിൽ ഭയങ്കര റോങ് അല്ലേ? അല്ലെങ്കിൽ നോ കമൻറ്റ്സ്, നമുക്കതിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ വി ക്യാൻ യൂസ് ഫെയർ റൂൾ പോളിസി ടു ഡിസ്ക്രൈബ് ഓർ ഡിബേറ്റ് അബൌട്ട് എ വീഡിയോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫെയർ, അത് ഓക്കെയാണ്. അല്ലാതെ ഇപ്പറഞ്ഞ പോലെ ഒരു തലയും വാലും ഇല്ലാതെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് അവരെ പ്രഷർ ചെയ്യുക, അവരെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെ കാര്യങ്ങൾ മുടക്കം വരുന്ന രീതിയിലാക്കിയിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, നെഗോസിയേഷൻ നടക്കുക, അതിനുവേണ്ടി ബ്രോക്കേഴ്സിനെ ആൾക്കാരെയും വെക്കുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുക. നെവർ. നമ്മളൊരു പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു സൊസൈറ്റിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണിത്. സമൂഹത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും കൂടെ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇറ്റ്സ് കൈൻഡ് ഓഫ് അണ്ടർ വേൾഡ് മാഫിയ ഗോയിങ് ഓൺ. കൈൻഡ് ഓഫ് നേരത്തെ പറഞ്ഞല്ലോ, സ്മഗ്ലിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സായിട്ട് പാർട്ടായിട്ട് കൂട്ടാം നമുക്ക്, ഇഫ് ഇറ്റ് ഈസ് അണ്ടർ ദ ലോ. ഇനി അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി എക്സൈസ്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഉണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ആൾക്കാരൊന്നല്ല അവരെ പിടിക്കാൻ പോകേണ്ടത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിലിങ്ങും എക്സോഷനും നടത്തിയിട്ട് പൈസ ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ്
very pathetic situation under the use of such social platforms for using such things. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളിലേക്ക് ഇടപെടും? ഒരു തരത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ സോ കോൾഡ് ആൾക്കാർ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് അണ്ടർ ദ ട്രൂത്ത്, ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എത്ര പെർസെൻറ്റേജ് സത്യമുണ്ടെന്ന് അന്വേഷിക്കേണ്ട ഒരു ബോഡിയെങ്കിലും, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യേണ്ട ഗവർണിംഗ് ബോഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ള മുറവിളി ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ പേഴ്സണൽ സ്റ്റഫിലേക്ക് ഒരാളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അവർ അയച്ച വാട്സപ്പ് മെസ്സേജുകൾ, ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പബ്ലിഷ് ചെയ്തിട്ട് അവരെ ഡിഫെയിം ചെയ്യുന്നത് ഇറ്റ്സ് 100% അഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ദ കൺട്രി, നോംസ് ഓഫ് ദ കൺട്രി, എത്തിക്സ് ഓഫ് ദ കൺട്രി ആൻഡ് ലോ ഓഫ് ദ കൺട്രി. അതിന് ആർക്കെതിരെയാണോ ഇവർ ചെയ്തത് അവരതിൻ്റെ ലീഗൽ ആക്ഷൻ എടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടേക്കപ്പ് ചെയ്തിട്ട് ഇവന്മാരെയൊക്കെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ടുഡേ.